ഇന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പാലക്കാട് കല്യാൺ സിൽക്സിലാണ് കേട്ടോ. എൻ്റെ കയ്യിലൊരു വലിയ ബാഗുണ്ട്, അതിൽ നിറച്ചും കോട്ടൺ സാരീസാണ് കേട്ടോ. കോട്ടൺ സാരീസും അതുപോലെ തന്നെ വേറെ 2-3 ഷിഫോൺ പോലത്തെ സാരീസും ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വയ്യാതാവണതിന് മുൻപ് കുറച്ച് സാരീസ് പ്രഭിത ചേച്ചിയുടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഈ ചേച്ചി ഉള്ളത്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. ചേച്ചി സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തു. അപ്പോഴേക്കും എനിക്ക് വയ്യാതായതിനു ശേഷം ചേച്ചി പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അതായത് ഞാൻ ഇനിയിപ്പോൾ ആ സമയത്ത് എന്നെ എൻ്റെ അടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ചേച്ചി വിട്ടു. ചേച്ചി അങ്ങനെ മറന്നുപോയി, ഞാനും മറന്നു. അങ്ങനെ ഈ അടുത്താണ് ചേച്ചി എന്നെ ഓർമ്മിപ്പിച്ചത്. അങ്ങനെ ഞാൻ പോയി ബ്ലൗസൊക്കെ ഇട്ട് നോക്കി. ബ്ലൗസ് കയറുന്നില്ല, കൈക്ക് കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയത് കുറച്ച് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കല്യാണിലേക്ക് അങ്ങനെയാണ് പോയത്. ഈ സാരീസൊക്കെ ഇവിടെ തന്നെയാണ്, കല്യാണിനും പിന്നെ മഹാരാജ പിന്നെ ഒരു സിറാജ് എന്ന് പറയുന്ന ഒരു കടയുണ്ട് പാലക്കാട്, ഒരു കുഞ്ഞ് കടയാണ്. അവിടെയൊക്കെ നല്ല കോട്ടൺ സാരീസ് കിട്ടും കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊക്കെ മേടിച്ച പല കടകളിൽ നിന്നും മേടിച്ചിട്ടുള്ള സാരീസാണ്. ഈ ഒരു സാരി കല്യാണമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ കലംകാരി മെറ്റീരിയൽസ്, അതുപോലെ നല്ല കോട്ടൺ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ആയിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു സാരിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നോക്കി, ആ ഏരിയയിൽ കംപ്ലീറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാരിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഹക്കോബയുടെ നല്ലൊരു പ്യുവർ കോട്ടൺ മെറ്റീരിയൽ കിട്ടിയത്, റണ്ണിങ് മെറ്റീരിയൽ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം ഹക്കോബ പ്യുവർ കോട്ടൺ ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്ക് ചൂടെടുക്കില്ലല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് നോക്കി. അപ്പോൾ ഞാൻ കണ്ണാടിയിലൊക്കെ പോയി വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഈ കളറ് മെറൂണാണ് എൻ്റെ ഫേവറേറ്റ് കളറ്. അപ്പോൾ ഞാൻ ഇതൊരു 2.5 മീറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ സെയിം സാരി വെച്ചിട്ട് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. പിന്നെ അവിടെ ഇങ്ങനെ കോട്ട് സെറ്റ്, കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ ഈ സാരീനെ ഉപേക്ഷിച്ച് ഞാൻ വേറൊരു കോട്ടൺ സാരി എടുത്തു. ഈ ഒരു പച്ച സാരി ഞാൻ കല്യാണം തന്നെ മേടിച്ച സാരിയായിരുന്നു കേട്ടോ. ഇതെല്ലാം എനിക്ക് ഫോളോ വെച്ച് തന്നിട്ടുണ്ട്, ചേച്ചി എനിക്ക് ഫോളോ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും അവിടെ മാച്ചിങ് ആയിട്ട് എനിക്ക് കിട്ടിയില്ല. ഈ ഒരു റെഡ് കളർ കണ്ടില്ലേ, ആ മെറ്റീരിയൽ ലിനനായിരുന്നു. അപ്പോൾ അത് മാച്ചായില്ല, എനിക്കിഷ്ടമായില്ല. അപ്പോൾ കുട്ടിയെ ചോദിച്ചു ഇഷ്ടമായോ ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല പണ്ട് തലയൊക്കെ കാട്ടിയിട്ടോ. വീണ്ടും എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇതാണ്ടോ വേറൊരു ചെക്ക് പാറ്റേൺ സാരി ഉണ്ടായിരുന്നു. പിന്നെ ഒരു പിങ്ക്, അതിന് ബ്ലൂ കിട്ടിയിട്ടോ, കോൺട്രാസ്റ്റായിട്ട് ഇടാമെന്ന് വെച്ചിട്ട് ഒരു ബ്ലൂ കിട്ടി. അപ്പോഴേക്കും ആ കുട്ടി എവിടെയോ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പിടിച്ച് വലിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല. അവസാനം ഞാൻ ആ ഒരു മെറ്റീരിയൽ വലിച്ചെടുത്തപ്പോൾ അതിൻ്റെ കൈയിൻ്റെ അവിടേക്ക് ഒരു ബോർഡർ. അപ്പോൾ നമുക്കതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊരു മീറ്റർ ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പക്ഷേ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കോട്ടനായിരുന്നു. പിന്നെ അവിടെ ഒന്നും കിട്ടാത്തത് കാരണം വീണ്ടും നമ്മൾ 2x2 മെറ്റീരിയൽ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവിടെ ബാഗൊക്കെ വെച്ചിട്ട് അമ്മയുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ അടുത്ത് അവിടേക്ക് ഇരിക്കാൻ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. 2x2 ആകുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല, ഒരു പാറ്റേണും നമുക്ക് ഭംഗിയായിട്ട് ഹൈനെക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാം. ഇത് വേറൊരു സാരിയാണ്. ഇത് മഹാരാജയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതെനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. പിന്നെ ഇത് കാഞ്ചി കോട്ടനാണ്. എനിക്ക് കോട്ടൺ സാരീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ BEdന് പഠിക്കുമ്പോൾ തന്നെ കോട്ടൺ സാരീസാണ്. അന്ന് പുളിമൂട്ടിൽ തൃശ്ശൂരൊക്കെ പോയിട്ട് നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതും കാഞ്ചി കോട്ടനാണ്. ഇതിൻ്റെ ബോർഡറൊക്കെ കണ്ടില്ലേ, നല്ല പക്കാ തമിഴ്നാട് സ്റ്റൈലായിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ, നല്ല ഒരു കളർ കോമ്പിനേഷനും കൂടിയാണ്. പിന്നെ ഇത് കോട്ടൺ അല്ലാത്ത 2 സാരീസാണ്. ഇത് അപ്പുറത്ത് ആ യെല്ലോ ഒക്കെ കണ്ടത് കേട്ടോ. ഇതും കോട്ടനാണ്. അപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വാങ്ങിക്കഴിഞ്ഞാൽ 2-3 സാരീസിന് എനിക്ക് ഒപ്പിക്കാൻ പറ്റും. അങ്ങനെ അതൊക്കെ മേടിച്ചു. പിന്നെ ഈ ഒരു സാരി ഏതാണെന്നുള്ളത് എനിക്ക് അറിയണില്ല, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് പിന്നെ ഇതൊരു ചെക്ക് സാരിയാണ്. ഇത് അമ്മയാണ് എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് ചെക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് നിന്ന് മതിയായത് കാരണം അവിടെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ആ കുട്ടി എല്ലാ ബ്ലൗസുകളും കറക്റ്റായിട്ട് നോക്കിയെടുത്ത് നമുക്കിത് അത്രയും ബ്ലൗസുകൾ 9ഓളം ബ്ലൗസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽ ഹക്കോബ കേട്ടോ. അങ്ങനെ വീണ്ടും ബിൽ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാനും ചെറുതും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെലിവറി അവിടെ നമ്മൾ ആ സ്ലിപ്പൊക്കെ കൊടുത്തതിന് ശേഷം എനിക്ക് വീണ്ടും ആ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ഏരിയയിലൊക്കെ പോയി. അവിടെ അങ്ങനത്തെ ഒരു പാറ്റേണൊക്കെ കണ്ടു. വിഷുവിൻ്റെ കളക്ഷൻസിൻ്റെ ബാക്കിയാണ് തോന്നുന്നു. ഇത് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ മെറ്റീരിയൽ കുറച്ച് സ്റ്റിഫായിട്ട് തോന്നിയിട്ട് അതൊക്കെ
അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാനിങ്ങനെ ഈ ഗോൾഡൻ ഷെയ്ഡ് നോക്കിയപ്പോൾ എൻ്റെ വലുത് കണ്ണോട് കാട്ടി അവിടെ വെക്കുക എന്ന് പറഞ്ഞിട്ട്. കാരണം എനിക്ക് ഈ ഡ്രസ്സിനോട് ഭയങ്കര ഒരു ക്രേസാണ് കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ ഇത് ബനാറസിയുടെ ഒരു മെറ്റീരിയൽ. പക്ഷേ എനിക്കിത് മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കളർ എനിക്കിഷ്ടമായില്ല. പിന്നെ വേറൊരു കോഫി ബ്രൗണും ഉണ്ടായിരുന്നു, അതും എനിക്കിഷ്ടമായില്ല. അപ്പോൾ അത് ഉപേക്ഷിച്ചു കേട്ടോ. ഇതൊരു മീറ്റർ 550 അങ്ങനെ എന്തോ ഉണ്ട്, അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഞങ്ങൾ പുതിയ ഡ്രസ്സൊക്കെ ബ്ലൗസ് പീസൊക്കെ മേടിച്ച്, പിന്നെ ഫ്രണ്ടിൽ ഇതേപോലെ വീണ്ടും സാരികൾ കുറേ തൂക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ നോക്കി. പതുക്കെ നല്ല വെയിലായിരുന്നു, വെയിലത്ത് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സായിരുന്നു. കളർ തന്നെയാണ് ഞാനും ഇട്ടിരിക്കുന്നത്, കറുപ്പ്. ഭയങ്കര ചൂടായിരുന്നു.